കുട്ടിക്കാലം തൊട്ട് നമ്മുടെ തൊട്ടേൻ തറവാട്ടിൽ ഞങ്ങൾ കണ്ടുവരുന്ന തെയ്യമാണ് നെല്ലുകുത്തി തെയ്യം അല്ലെങ്കിൽ മോന്തിക്കോലം. ദാരികാസുര വധത്തിന് കാളിയെ സഹായിക്കാൻ ദാസീരൂപം സ്വീകരിച്ച ദുർഗാദേവിയുടെ സങ്കല്പത്തിലാണ് നെല്ലുകുത്തി തെയ്യം കെട്ടിയാടുന്നത്. അപ്പോൾ കഥ ഇങ്ങനെ: ദാരികാസുരനുമായുള്ള യുദ്ധത്തിൽ 18 ആയുധങ്ങളും ഉപയോഗിച്ചിട്ടും ഫലം കാണുന്നില്ല എന്ന് കണ്ട കാളിദേവി ക്ഷീണഭാവത്തിൽ പോർക്കളം വിടുന്നു. ദാരികാസുരനെ വധിക്കാനുള്ള വഴികൾ ചിന്തിച്ചിരുന്ന കാളിയുടെ മുന്നിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത്. ബ്രഹ്മദേവനെ തപസ് ചെയ്ത് ദാരികാസുരൻ സ്വന്തമാക്കിയ മൂലമന്ത്രങ്ങൾ നിലനിൽക്കെ ദാരികവധം അസാധ്യമെന്നും ഈ മന്ത്രങ്ങൾ ദാരിക പത്നിയായ മനോദരിക്ക് അറിയാമെന്നും മൂന്നാമതൊരാളുടെ ചെവിയിലെത്തിയാൽ ഈ മന്ത്രങ്ങൾ നിർവീര്യമാകുമെന്ന് ദുർഗാദേവി അറിയിക്കുന്നു. അങ്ങനെ കാളിയെ സഹായിക്കാൻ ദുർഗാദേവി മൂലമന്ത്രങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി ദാസിവേഷത്തിൽ ദാരികക്കോട്ടയിലെത്തി. ദാരിക പത്നിയിൽ നിന്നും മൂലമന്ത്രങ്ങൾ മനസ്സിലാക്കിയ ദുർഗാദേവി ഉടനെ തന്നെ കാളിയുടെ അടുത്തെത്തി മന്ത്രങ്ങൾ കൈമാറുന്നതോടെ മൂലമന്ത്രങ്ങൾ നിർവീര്യമാകുകയും ചെയ്യും. അങ്ങനെ കാളിദേവി പോർമുഖത്ത് തിരിച്ചെത്തി ദാരികനെ വധിക്കുകയാണുണ്ടായത്. കാളിയെ സഹായിക്കാൻ ദാസി രൂപം സ്വീകരിച്ച ദുർഗാദേവിയുടെ സങ്കല്പത്തിനാണ് നെല്ലുകുത്തി തെയ്യം കെട്ടിയാടുന്നത്.